ഗവൺമെൻറ് വൻകിട കുത്തക മുതലാളിത്ത താല്പര്യത്തിന് വേണ്ടിയാണ് നിലനിൽക്കുന്നതെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇത് ഈ നാട്ടിലെ ജനങ്ങളുടെ വികാരങ്ങളെയോ വിചാരങ്ങളെയോ അവരുടെ അടിസ്ഥാനപരമായ താല്പര്യങ്ങളെയോ ആവശ്യങ്ങളെയോ ആക്ഷേപങ്ങളെയോ ആവലാതികളെയോ ഒന്നും പരിഗണിക്കുന്നില്ല. ഗവൺമെൻറ് ഒരു വൻകിട കമ്പനിക്ക് കീഴടങ്ങുകയാണ്. അവരുടെ താല്പര്യം പരീക്ഷിക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. പക്ഷേ അത് നിലവിലുള്ള എല്ലാ നിയമങ്ങളും കാറ്റിപ്പുറത്തിക്കൊണ്ടാണ്. ഇവിടുത്തെ 2008 നീർത്തട നെൽവയൽ സംരക്ഷണ നിയമമുണ്ട്. അതിൻ്റെ നഗ്നമായ ലംഘനമാണ് ഇവിടെ. അതുപോലെ തന്നെ ഭൂപരിധി നിയമമുണ്ട്, അതും ലംഘിക്കുകയാണ്. അപ്പോൾ നിലവിലുള്ള നിയമങ്ങളെയെല്ലാം സർക്കാർ തന്നെ ലംഘിക്കുകയാണ്. അപ്പോൾ പിന്നെ ഈ നിയമം ആർക്ക് വേണ്ടിയാണ്? നെൽവയലുകളും നീർത്തടങ്ങളും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ 2008 മുല്ലക്കര രത്നാകരൻ കൃഷിമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ കൊണ്ടുവന്നൊരു നിയമമാണ്. അതെന്തിനാണ് ഇവർ തന്നെ ലംഘിക്കുന്നത്? അപ്പോൾ ഇവിടുത്തെ കൃഷിമന്ത്രി CPI-കാരനാണ്. എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അവിടെ വലിയ വ്യവസായങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ കൃഷിയോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു അവജ്ഞയാണ്. കേരളം ഒരു കാർഷിക മേഖലയാണ്. ഈ പ്രദേശം പ്രത്യേകിച്ച് കൃഷി കൊണ്ട് ഉപജീവനം നയിക്കുന്ന ജനങ്ങളാണ് ഇവിടെയുള്ളത്. അവരുടെ ഏറ്റവും പരമപ്രധാനമായി കൃഷിയെ മാത്രം ആശ്രയിച്ച് കഴിയുന്നവരാണ്. മാത്രവുമല്ല, ഈ ഭൂമി കൃഷിഭൂമിയാണ്. കൃഷിഭൂമി അങ്ങനെ ഒരു വ്യവസായ ഭൂമിയാക്കി മാറ്റിയെടുക്കുക, അതുതന്നെ ഏറ്റവും വലിയൊരു ലംഘനമാണ്. ഈ പരിസര പ്രദേശത്തെമ്പാടും ഉള്ള ജനങ്ങൾ കഴിയുന്നത് ഇവിടൊക്കെ തൊഴിലെടുത്ത് അവരുടെ നിത്യജീവിതത്തിന് വേണ്ടി വക കണ്ടെത്തുന്നവരാണ്. ജീവിതോപാധി തന്നെ ഇവിടെ ആണ്. എനിക്ക് ചോദിക്കാനുള്ളത്, MP രാജേഷിനോട് ചോദിക്കാനുള്ളത്, അദ്ദേഹം ഇവിടെ ഒരു പെപ്സി കോള സമരത്തിൽ ഉയർത്തിപ്പിടിച്ചൊരു മുദ്രാവാക്യമുണ്ട്. അതായത് പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യപ്പെടാൻ പാടില്ല. ജലം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അത് അവരുടെ ഭരണഘടനാദത്തമായ അവകാശമാണ്. അതെന്തുകൊണ്ട് ഇവിടെ അദ്ദേഹം ലംഘിക്കുന്നത് എന്തിനാണ്? രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ ആറന്മുളയിൽ നെൽവയൽ നികത്തുന്നതിനെതിരെ വലിയ സമരം നടത്തിയ ആൾക്കാരാണ്. അവിടെ VS അച്യുതാനന്ദൻ രംഗത്ത് വന്നതാണ്, മന്ത്രിമാരൊക്കെ രംഗത്ത് വന്നു. ഇപ്പോൾ ഈ പറയുന്ന മന്ത്രിമാരൊക്കെ അവിടെയുള്ള സമരരംഗത്തുണ്ടായിരുന്നവരാണ്. അവിടെ നെൽവയൽ നികത്തുന്നതിനെതിരെ സമരം നടത്തിയ ആൾക്കാർ ഇവിടെ നെൽവയൽ മണ്ണിട്ട് നികത്തുന്നതിന് കൂട്ടുനിൽക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു പരസ്പര വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നത്? ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ്? അപ്പോൾ ഇവിടുത്തെ കുത്തക മുതലാളിത്തത്തിൻ്റെ വക്താക്കളായി മാറി അവരുടെ താല്പര്യങ്ങൾ പരിരക്ഷിക്കാൻ വേണ്ടി ഈ കൃഷിഭൂമിയെ തീരെഴുതി കൊടുക്കാൻ സ്വീകരിക്കുന്ന ഈ നിലപാട് തീർത്തും ജനവിരുദ്ധമാണ്. മാത്രവുമല്ല, നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പിന് പോലും അപകടപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷമായിരിക്കും സംജാതമാവുക. അതുകൊണ്ടാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ ഒരു അതിജീവനത്തിന് വേണ്ടി ഒരു വലിയ ശ്രമം ആരംഭിക്കുന്നു, ഒരു നിരന്തരമായ പോരാട്ടത്തിന് തയ്യാറാകുന്നു. ഇത് വാസ്തവത്തിൽ ഒരു വൻകിട കമ്പനിയുടെ അധിനിവേശത്തിനെതിരെ ഉള്ള അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ളൊരു സമരമാണ്, ഒരു പ്രക്ഷോഭമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് കണ്ണു തുറക്കണം, ഗവൺമെൻറ് കണ്ണു തുറക്കണം. ഇവിടെ ഗവൺമെൻറ് പറയുന്ന ചില മുട്ടായുക്തികളുണ്ട്. അതായത് മലമ്പുഴ ഡാമിലെ വെള്ളം ഉപയോഗിക്കാം, മഴക്കാലത്ത് മഴവെള്ള സംഭരണി ഉണ്ടാക്കിയ വെള്ളം ഉപയോഗിക്കാം, ഇവിടെ ഒരു ജലചൂഷണവും നടക്കുന്നില്ല എന്നാണ്. ഇന്ന് മലമ്പുഴ ഡാമിലെ വെള്ളത്തിൻ്റെ നിരപ്പ് ഇന്നത്തെ കണക്കനുസരിച്ച് വെറും 100 ദശലക്ഷം ലിറ്ററേ ഉള്ളൂ. ഈ 100 ദശലക്ഷം ലിറ്ററിൽ എന്തിനെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്. കാരണം മലമ്പുഴ ഡാം ഉണ്ടായത് ഒന്ന് കൃഷിക്ക് വേണ്ടിയാണ്, 2 കുടിവെള്ളത്തിന് വേണ്ടിയാണ്. ഈ 2 ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും വെള്ളം അവിടെ ഇല്ല. അത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. മാത്രവുമല്ല, ഈ ഭാരതപ്പുഴയിലുള്ള ഏതാണ്ട് 10-40 കുടിവെള്ള പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഈ മലമ്പുഴ ഡാമിൽ നിന്ന് കൊടുക്കണം വേനൽക്കാലത്ത്. അതും ഒരു പ്രശ്നമാണ്. അപ്പോൾ മലമ്പുഴ ഡാമിലെ വെള്ളം ഉപയോഗിച്ച് ഇവിടെ ഒരു വലിയ വ്യവസായം തുടങ്ങും, ഒരു മദ്യ നിർമ്മാണശാല തുടങ്ങുമെന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? ഇനി മഴവെള്ള സംഭരണി ഉണ്ടാക്കിയ ഒരു വ്യവസായശാല എങ്ങനെ നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കും? എന്തായിരിക്കും അതിൻ്റെ ഉൽപ്പാദനം? അതിൻ്റെ കണക്കെന്താണ്? എത്ര ലിറ്റർ മഴവെള്ളം ഇവിടെ കിട്ടുന്നുണ്ട്? അപ്പം മഴ ലഭ്യതയെക്കുറിച്ചുള്ള കണക്കുകളുണ്ടോ? ഇനി മൂന്നാമത്തത്, പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു അക്രഡിറ്റേഷനുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ കൊണ്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെർട്ട് ടീമോ ഇവിടെ ഒന്നൊരു പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയിട്ടില്ല. ഏതൊരു പദ്ധതിക്കും ആവശ്യം ഒരു 5 സ്ഥലത്ത്, ഒരു 3 ഏക്കർ സ്ഥലത്ത് പോലും ഒരു കാര്യം നടത്തണമെങ്കിൽ പാരിസ്ഥിതിക ആഘാത പഠനം വേണമെന്നാണ്. കാരണം അത്ര കണ്ട് കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്, ഒരു സന്ദർഭമാണിത്. കുടിക്കാൻ വെള്ളമില്ലാതെ, കഴിക്കാൻ ആഹാരമില്ലാതെ ഇവിടെ ജനങ്ങൾ കഷ്ടപ്പെടുന്നൊരു സമയമാണ്.
ഇവിടെ രൂക്ഷമായ ദൗർലഭ്യം അനുഭവിക്കാൻ പോകുന്നു, ഭക്ഷ്യ പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നു, ആഗോളതാപനവും അതുപോലെ കാലാവസ്ഥ വ്യതിയാനവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ രൂക്ഷമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലത്ത് ഇവിടെ യാതൊരു പാരിസ്ഥിതികാഘാത പഠനവും നടത്താതെ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ഈ പ്രദേശം മുഴുവൻ തീരെഴുതി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇതെല്ലാം ആരുടെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്. നയവ്യതിയാനം ഉണ്ടാക്കുന്നത് എല്ലാം സ്വന്തം നയം പോലും, പ്രഖ്യാപിത നയം പോലും തിരുത്തി കുറിക്കുന്നത് മുതലാളിത്ത താല്പര്യങ്ങൾ പരിരക്ഷിക്കാനാണ്. രണ്ടാമത്, ഈ ഗവൺമെൻറ് പ്രഖ്യാപിത മദ്യനയം എന്താണ്? ഇവരുടെ മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചത് എന്താണ്? മദ്യ ഉൽപാദനം മെല്ലെ മെല്ലെ കുറച്ചു കൊണ്ടുവരുമെന്നാണ്. ഉപഭോഗം മെല്ലെ മെല്ലെ കുറച്ചു കൊണ്ടുവരുമെന്നാണ്. കുറച്ചെല്ലാം കൊണ്ടുവരുന്നു. ഈ ഗവൺമെൻറ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം 59 മദ്യശാല ഉണ്ടായിരുന്നു. ഇപ്പോൾ 500-2000 അടുത്ത് എത്തുകയാണ്, അനധികൃതമായിട്ട് നടക്കുന്നു. അപ്പോൾ വ്യതിയാനം സംഭവിക്കുന്നു. സ്വന്തം നയത്തിന്, പാർട്ടിയുടെയും ഗവൺമെൻറ്റിൻ്റെയും നയത്തിന് വിരുദ്ധമായി നിലപാട് സ്വീകരിക്കുകയാണ്. ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ്? അപ്പോൾ ജനങ്ങൾക്കെതിരാണ്, പാർട്ടിയുടെ നിലപാടിനെതിരാണ്, സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിനെതിരാണ്. ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്? ഒരു കുത്തക താല്പര്യം പരിരക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ്. തീർച്ചയായും ഈ പോരാട്ടം ശക്തിപ്പെടുത്തും. ഈ മണ്ണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ തക്കവിധം, ഈ നാട്ടിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഉതകുന്ന വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ എന്ന് സാധിക്കുന്നു, അന്ന് മാത്രമേ ഈ സമരം അവസാനിക്കുകയുള്ളൂ. ഇതൊരു ബഹുജന പ്രക്ഷോഭമാണ്.